ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ട്രെയിനുകൾ ഇടിച്ച് കുറേയധികം ആളുകൾ മരിക്കുന്ന വാർത്തകൾ. ശരിക്കും ഒരു ലോക്കോ പൈലറ്റിൻ്റെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാവാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നായിരിക്കും ഒരു ഉത്തരമെന്നത്. ശരിക്കും നമ്മുടെ റോഡുകളിലൂടെ ഓടുന്ന വാഹനങ്ങളെ അപേക്ഷിച്ച് ട്രെയിനുകൾക്ക് മുമ്പിലുള്ള വസ്തുക്കളെ കുറേ ദൂരത്തുനിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ റെയിൽവേ ട്രാക്ക് പോകുന്നത്. പക്ഷേ മുൻപിൽ ഏതൊരു ജീവിയെയും കണ്ടു കഴിഞ്ഞാൽ പോലും അത് ബ്രേക്ക് ചെയ്ത് രക്ഷിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ പല ലോക്കോ പൈലറ്റുകളും ഇങ്ങനെ ശ്രമിക്കാറുമില്ല. പക്ഷേ എമർജൻസി ബ്രേക്ക് ട്രെയിനുകളിലുണ്ടല്ലോ, ഇതുപയോഗിച്ച് അവരെ രക്ഷിച്ചുകൂടെ എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ട്രെയിനിൻ്റെ എമർജൻസി ബ്രേക്കിങ്ങിനെ കുറിച്ചാണ്. പൊതുവെ 2 ബ്രേക്കുകളാണ് ട്രെയിനുകളിൽ വരുന്നത്. ഒന്ന് എൻജിൻ നിർത്താനും മറ്റൊന്ന് കോച്ചുകൾ നിർത്താനും. എല്ലാ കോച്ചുകളുടെയും ഓരോ ചക്രങ്ങൾക്കും ബ്രേക്കുകളുണ്ട്. അവയെല്ലാം തന്നെ ഒരു ബ്രേക്ക് പൈപ്പുമായി ബന്ധിപ്പിച്ച നിലയിലായിരിക്കും ഉണ്ടാവുക. ബ്രേക്ക് ലിവർ വലിക്കുമ്പോൾ തന്നെ ബ്രേക്ക് പൈപ്പിലെ വായുമർദ്ദം കുറഞ്ഞു വരികയും ബ്രേക്ക് ഷൂ ചക്രങ്ങളുമായി ഉരസാൻ തുടങ്ങുകയും അങ്ങനെ പതുക്കെ ട്രെയിൻ നിൽക്കുകയും ചെയ്യും. ഈ ഒരു ബ്രേക്ക് പൈപ്പിലുള്ള പ്രഷർ റിലീസ് ആവുന്നത് വളരെ പതുക്കെ ആയിരിക്കും. അല്ലാതെ തന്നെ ഇതിൽ എമർജൻസി ബ്രേക്കിങ്ങും ഉണ്ട്. അതായത് വളരെ എമർജൻസി സിറ്റുവേഷനുകളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് എമർജൻസി ബ്രേക്കിംഗ് എന്നത്. പക്ഷേ ഈ ഒരു ബ്രേക്കിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അടുത്തുള്ള ഒരു വസ്തുവിൽ ഇടിക്കാതെ ട്രെയിൻ നിൽക്കാനായിട്ട് സാധിക്കുമോ? ഈ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ബ്രേക്ക് പൈപ്പിലെ പ്രഷർ ഒറ്റയടിക്ക് 0 ആവുകയാണ് ചെയ്യുന്നത്. നോർമൽ ബ്രേക്കിങ്ങിൽ വളരെ പതുക്കെയാണ് അത് 0യിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത് ഒറ്റയടിക്ക് തന്നെ 0യിലേക്ക് വരുന്നതാണ്. ഇതിലൂടെ വളരെ വേഗം തന്നെ ബ്രേക്ക് ഷൂ ട്രെയിൻ ബോഗികളിലെ വീലുകളിലേക്ക് അടുക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ബ്രേക്കിങ്ങിൽ പോലും ട്രെയിനിനെ 1 കിലോമീറ്ററെങ്കിലും അകലെ വെച്ച് മാത്രമേ നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിലും വേഗത്തിൽ ട്രെയിൻ നിൽക്കാനുള്ള എമർജൻസി ബ്രേക്കിംഗ് ഒന്നും തന്നെ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഭാവിയിൽ അത് വരില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എമർജൻസി ബ്രേക്കിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻ പാളം തെറ്റുമോ എന്നുള്ളത്. ട്രെയിൻ പാളം തെറ്റാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രാക്കിലുള്ള കംപ്ലയിൻറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ ട്രെയിനുകളുടെ വീലുകളിൽ വരുന്ന കംപ്ലയിൻറ്റ്. ഇതുകൊണ്ട് മാത്രമേ ട്രെയിൻ പാളം തെറ്റുകയുള്ളൂ. അല്ലാതെ എമർജൻസി ബ്രേക്കിംഗ് ഉപയോഗിക്കുന്നതിലൂടെ ഒരിക്കലും ട്രെയിൻ പാളം തെറ്റുന്നതായിരിക്കില്ല. അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ എമർജൻസി ബ്രേക്കിങ്ങിനെ കുറിച്ചുള്ള രഹസ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.